അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി നമ്മള് കടലിൽ പോവാണ്, മീൻ പിടിക്കാൻ പോവാണ്. ഈ വർഷം നമ്മൾ സണ്ടർലാൻഡ് പോയി നോക്കിയായിരുന്നു. പക്ഷെ അവിടെ മൊത്തം ലൈറ്റ് ഹൗസ് അടച്ചിട്ടേക്കാണ്. അതുകൊണ്ട് നമ്മളൊന്ന് സ്പോട്ട് മാറ്റി പിടിക്കാന്ന് ഓർത്ത് നമ്മളൊന്ന് ഇറങ്ങിയേക്കണാണ്. അപ്പോൾ നമ്മളിത് ജോബിനും ജെഫിനൊക്കെ കൂടിയുണ്ട്. ഇനി പോണ വഴിക്ക് നമ്മൾ രാജുവേട്ടനെയും പിക്ക് ചെയ്യും. എന്നിട്ട് അങ്ങനെ പോകാന്ന് ഓർത്തിട്ടാണ് ഇരിക്കണത്. ഇത് നല്ല അടിപൊളി ക്ലൈമറ്റ് ആണെന്ന് കണ്ടിട്ട്, നല്ല വെയിലൊക്കെ ഉണ്ട്. അപ്പോൾ മീൻ കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ് നമ്മൾ പോണേ. 12 മണിയൊക്കെ ആകുമ്പോഴേക്കും ഏറെക്കുറെ ട്രെയിനിൻ്റെ സമയമെന്ന് നമ്മൾ ഗൂഗിളിൽ നോക്കിയപ്പോൾ കണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു ലെവലിൽ പിടിച്ചിട്ടാണ് പോണത്. ഇനി ചെന്ന് നോക്കിയാൽ അറിയാം എത്രത്തോളം അവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയാണെന്നും മീൻ കിട്ടുമല്ലോ എന്നും നമുക്ക് ഇനി കണ്ടറിയേണ്ടി വരും. എന്തായാലും നമുക്ക് പോയി നോക്കാം. നമ്മളപ്പോൾ ഇവിടെ എത്തി ഗൈസ്. രാജുവേട്ടൻ്റെ വീടെത്തി. ആ ചൂണ്ടൊക്കെ എടുത്ത് വെച്ച് സെറ്റായിട്ടിരിക്കുന്നു. പോവാ, ഇതെന്താ പരിപാടി? നിങ്ങൾ വൈകി പോയല്ല? ആ ട്രാഫിക് കാരണം. അങ്ങനെ നമ്മൾ ഇതേ സ്ഥലം എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അയലപ്പാറ എന്ന് പറയുന്ന സ്ഥലം. ഇത് കടൽ കിടക്കുന്നു. അധികം ആൾക്കാർ തിരക്കൊന്നുമില്ല. ആ ഒരു വണ്ടിയൊന്നും ഉള്ളൂ. ഇങ്ങനെ കിടക്കുകയാണ്. പോകേണ്ട വഴി ഇതേ അതാണ്. നമ്മൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അയലപ്പാറ എന്ന് നമ്മൾ വിളിക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇത് നോർത്ത് വെസ്റ്റാണ് ഈ സ്ഥലം. ചൂണ്ടൊക്കെ എടുത്ത് എല്ലാവരും സെറ്റായിട്ട് നടക്കുകയാണ്. നമ്മളൊരു 1 മണിക്കൂർ ലേറ്റായിട്ടുണ്ട്. നല്ല കിട്ടുന്ന പ്രതീക്ഷയാണ് നമ്മൾ ചെല്ലുന്നത്. കാണാൻ നല്ല സ്ഥലമാണ്. അതാ പറ. അതെ, മീൻ കിട്ടുന്നേ, നോക്കാം. നമ്മള് അടുത്ത സ്പോട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെയാണ് കുറച്ചുകൂടി വെള്ളം കയറി കിടക്കുന്നത്. ഇതിന് താഴേക്ക് ഇറങ്ങണം. നോക്കി ഇറങ്ങിക്കോളട്ടാ. നമ്മൾ ആ ഇടുക്കി കൂടെ താഴേക്ക് ഇറങ്ങിയിട്ട് ജോമിന്റെ പിന്നാലെ വരുന്നുണ്ട്. ചൂണ്ട സെറ്റ് ചെയ്ത് തുടങ്ങി. ഞാൻ ചൂണ്ട സെറ്റ് ചെയ്യട്ടെ. ആ എടുക്കാം. കുറേ നേരമായിട്ട് ഒരു 3/4 മണിക്കൂറായിട്ട് നമ്മൾ കാസ്റ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു രക്ഷയില്ല, മീൻ എടുത്തിട്ടില്ല, ഒരു മീൻ കയറി വന്നിട്ടില്ല. പക്ഷെ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. രാജുവേട്ടനോടെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ജെഫിനോട് അത് ഇട്ടും അടുത്ത് സാധനിച്ചതിന് അവിടെ കയറി വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം മീൻ പിന്നെയും വരുമെന്ന് പ്രതീക്ഷയിലാണ് നമ്മൾ
ചെയ്യുന്നു. ഫസ്റ്റത്തെ മീൻ ആർക്കാണ് കിട്ടുന്നത് എന്നുള്ള ആകാംക്ഷയിലാണ് എല്ലാവരും നിൽക്കുന്നത്. കടലിപ്പോൾ ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒന്നും കിട്ടിയിട്ടില്ല എത്ര നേരമായിട്ട്. നമ്മൾ അവസാനം ചൂണ്ടതെ ഇട്ട് വച്ചേക്കുന്ന അവസ്ഥയാണ്. കാസ്റ്റിങ് ചെയ്തിട്ട് നമുക്ക് ഒരു രക്ഷയില്ല. ശരിക്കും ഈ പാറകളുടെ ഇടയിൽ ഇവിടെയൊക്കെ നിറച്ച് കുഞ്ഞുങ്ങൾ വരെ കാണാറുള്ളതാണ് പറയുന്നത്. ശരിക്കും ഈ പ്രാവശ്യമാണ് നമുക്ക് കിട്ടാത്ത. അതെ രാജേട്ടൻ പറയും അതിൻ്റെ ബാക്കി വിശേഷങ്ങൾ. ഇവിടെ ഒക്കെ നന്നായിട്ടുണ്ടാവാറുള്ളൂ അല്ലേ? നമ്മൾ വന്ന ടൈം ഇത്തിരി മാറിപ്പോയി. നമ്മള് ടൈഡ് ഹൈ ടൈഡ് ഇറങ്ങുന്ന സമയത്തായിട്ട് ലോ ടൈഡിലേക്ക് പോകുന്ന സമയത്തായിരിക്കും മീൻ ഇറങ്ങി പോയിട്ടുണ്ടാണ്. ഞാനിവിടേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയായാലും 10-30 കിലോ മീൻ കിട്ടുന്നതാണ്. കുറഞ്ഞത് 30 കിലോ കിട്ടുന്ന സാധനത്തേക്ക് 3 മീനെ പോലും കിട്ടിയിട്ടില്ല. മീനൊക്കെ ഇറങ്ങി പോയേക്കാം. നോക്കാൻ അപ്പൊ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും നമ്മൾ കയറി വരുമായിരിക്കും. എന്തായാലും ട്രൈ ചെയ്യാം. അപ്പുറത്തൊരു ആള് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവന് 2 കിട്ടി. അവൻ അവസാനിച്ച് കയറി പൂജ ചെയ്തേ. അപ്പോൾ നായാട്ടും മീൻപിടുത്തമൊക്കെ ഈ പറഞ്ഞ മാതിരി നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും പകുതി. നമ്മൾ ട്രൈ ചെയ്യുക. പിന്നെ എങ്ങനെയാണെന്നറിയില്ല. എനിക്ക് എൻ്റെ ചൂണ്ടത ഒന്ന് കല്ലിൽ കുടുങ്ങി. നമ്മൾ ഈ അടുത്തെത്തുമ്പോഴേക്കും പാറക്കല്ലുകൾ കൂടുതലാണ്. അപ്പോൾ നമ്മൾ വേഗം വേഗം വലിച്ചു കയറണം. അല്ല പാറക്കല്ലുമ്പോൾ നമ്മൾ ചൂണ്ട കുടുങ്ങും. പിന്നെ വേറെ വഴിയൊന്നുമില്ല. നന്നായിട്ട് വലിച്ച് കയറ്റാൻ നമ്മൾ നോക്കും. പറ്റിയില്ലെങ്കിൽ നമ്മൾ അത് വള്ളി കണ്ടിച്ച് കളയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വലിച്ച് പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ വെയിറ്റും പോയി, എൻ്റെ ബാക്കി സിബിക്കും കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടുതൽ പോയി. ഇനി വേറെ കെട്ടിയിടണം. അങ്ങനെ ഇത് ജെഫിനപ്പുറത്തിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ രക്ഷയൊന്നും ഇതുവരെ ഇല്ല. മീൻ ഒരെണ്ണം അടിച്ചു തുടങ്ങിയാൽ പിന്നെ ഇഷ്ടം പോലെ കിട്ടും. അതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. രാജോട്ട് ഇട്ടതും പൊട്ടിപ്പോയി. കല്ല് മുടക്കി. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കല്ല് മുടക്കി ഇത് പൊട്ടിപ്പോവും. അതുകൊണ്ട് നന്നായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിടണം. ഈ അടുത്തെത്തുമ്പോഴേക്കും നന്നായിട്ട് വലിച്ചു കയറ്റിയില്ലെങ്കിൽ പെട്ടെന്ന് ചൂണ്ടക്കുളത്ത് ഉടക്കി പൊട്ടി പോകേണ്ട അവസ്ഥയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഫിഷിങ് അവസാനിപ്പിച്ചേക്കാണ്. നമുക്ക് ഒന്നും കിട്ടിയില്ല. ഒരു തരി പോലും നമുക്ക് കിട്ടാത്തൊരവസ്ഥയിൽ നിന്ന് അത് നമ്മൾ ഒന്നാമത് എത്തിയപ്പോൾ 1 മണിക്കൂർ മുമ്പ് ലേറ്റായിട്ടാണ് നമ്മൾ ചെന്നത്. അതൊരു കാരണമാണ്. പിന്നെ എന്തോ ഒരു മുന്നേ വന്നിരുന്നവർക്കൊന്നും കിട്ടിയിട്ടില്ല എന്ന്. പക്ഷെ നമ്മൾ പിന്മാറുന്നില്ല. നമ്മൾ അടുത്ത ദിവസം തന്നെ അല്ലെങ്കിൽ അടുത്ത ആഴ്ച കറക്റ്റ് വെയിലേറ്റം നോക്കിയിട്ട് നമ്മൾ എന്തായാലും വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത് തന്നെ നമ്മൾ മീനെ പിടിച്ചിട്ട് ഒരു വീഡിയോ കാണിക്കുന്നതായിരിക്കും.